സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഐമാക്സ് ഈ അൽമാറ്റി സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളിലാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, എയർപോർട്ട് മാൾ എന്നാണ് ഈ കാണുന്ന മാളിൻ്റെ പേര്. ഇത് ആ അറ്റത്തുനിന്ന് തുടങ്ങി ആ കാണുന്ന അറ്റം വരെ ഉണ്ട്. ആക്ച്വലി ഇതാണ് എയർപോർട്ട് മാളിൻ്റെ എൻട്രൻസ്. ഇത് ഈ സൈഡ് ആ സൈഡ് അങ്ങനെയല്ല, ഒന്ന് ഉള്ളിലേക്ക് ഒരുപാട് വലിയൊരു ഷോപ്പിംഗ് മാളാണ്. പക്ഷേ ഈ ബോർഡിനേക്കാളും നമ്മളെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന ബോർഡ് ആ കാണുന്നതാണ്. ഉള്ളത് കണ്ടോ അടുത്തേക്കല്ലേ, ഹൈലിക് ഐമാക്സ് വിത്ത് ലേസർ എന്നുള്ള നല്ല റഷ്യൻ ഭാഷയിലായിരിക്കും. ഇവിടുത്തെ ഐമാക്സിൻ്റെ സ്ക്രീൻ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 45x78 ആണ്. അത് 45 ഫീറ്റാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ 75 ഫീറ്റാണ് അതിൻ്റെ വിഡ്ത്ത് വരുന്നത്. 12 ചാനലാണ്, 12 ചാനലാണ്, ലേസർ പ്രൊജക്ഷനാണ്. ആകെയുള്ളൊരു ഒരേ ഒരു വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ റഷ്യൻ ലാംഗ്വേജിലായിരിക്കും. അതിൻ്റെ ഒരു 10 മിനിറ്റ് കാണാൻ എനിക്ക് പ്ലാനുള്ളൂ. കാരണം ഇതിൻ്റെ ആ ഒരു സ്ക്രീൻ പടം തുടങ്ങിയ ഒരു 10 മിനിറ്റ്, അതിൻ്റെ സൗണ്ട് കാര്യങ്ങൾ തുടങ്ങിയതൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത ശേഷം ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പടം ഇംഗ്ലീഷിൽ എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കാണണം. പൂർണ്ണമായിട്ടും ഒരു സിനിമ മനസ്സിലാവണമല്ലോ. ഇതാണ് എയർപോർട്ട് മാൾ. അപ്പോൾ നമ്മുടെ ഐമാക്സിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ഈ ഫുഡ് കോർട്ടിൽ കൂടെ തന്നെയാണ്. വലിയൊരു ജോയിൻ്റ് ആയിട്ടുള്ളൊരു സ്ക്രീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. LED സ്ക്രീനാണ്. ഇതിനകത്ത് അഡ്വർടൈസ്മെൻ്റ് ആണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ നമ്മൾ ഓൾറെഡി കിനോ പാർക്ക് എന്നും പറഞ്ഞ് കിനോ പാർക്ക് 11 നമ്മൾ പോയിരുന്നില്ല ഐമാക്സ്. ആ ഒരു കിനോ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അവർ തന്നെയാണ് ഇവിടുത്തെ ഐമാക്സും ഓപ്പറേറ്റ് ചെയ്യുന്നത്. കിനോ പാർക്ക് 16 എന്നാണ് ഇവിടുത്തെ ഐമാക്സിൻ്റെ പേര്. ഇതാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. നമ്മുടെ ടാഷ്കനിൽ കണ്ട പോലുള്ള അത്ര ഗ്രാൻഡായിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല ഇവിടെ. വലിയ LED ഡിസ്പ്ലേ ആണ് കേട്ടോ, കിഡിലൻ ഡിസ്പ്ലേ. ഫുൾ ഷോർട്ട് ടൈം കാര്യങ്ങൾ കാണാം. നോക്കിയിട്ട് കാര്യമില്ല, ഒന്നും ഇംഗ്ലീഷിലുണ്ടാവില്ല, എല്ലാം റഷ്യനിലായിരിക്കും. യെസ്, നമ്മൾ അന്വേഷിച്ച് വന്ന സംഭവം ഇതാണ്. കിനോ പാർക്ക് തിയേറ്റേഴ്സ് ഹൈലിക് ഐമാക്സ്. എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ഐമാക്സ് സ്ക്രീൻ, അറിയില്ല. ഇത് ഇവിടുത്തെ ബിഗ് ബഡ്ജറ്റ് പടമെന്ന് തോന്നുന്നു. കാരണം എല്ലാ സബ്വേയിലും ഹോർഡിങ്സ്, തിയേറ്റേഴ്സിൽ എല്ലായിടത്തും ഈ പടത്തിൻ്റെ ഉണ്ട്. ഭയങ്കര നല്ല മാർക്കറ്റിംഗാന്ന് തോന്നുന്നു. അതെ, ഈ തിയേറ്ററിൽ തന്നെ ഏറ്റവും നോട്ടീസബിളായിട്ടുള്ള ഒരു പോസ്റ്റർ വെച്ചിരിക്കുന്ന അവിടെ തന്നെ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കറൻ്റ്ലി ഇത്രയും പടങ്ങൾ ഇവിടെ കളിക്കുന്നുണ്ട്. എല്ലാ പടങ്ങളും. അത് ദ ലോങ് വാക്കാണ്, പിന്നെ ഹിം എന്ന് പറഞ്ഞ സിനിമയാണ്, പിന്നെ ഡിമൺ സ്ലെയറാണ്. ഇതെല്ലാം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ഉണ്ട്. ആക്ച്വലി ഇതെല്ലാം റഷ്യനിലാണ് ഇവിടെ കളിക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ പോലും ഇല്ല. അതാണ് അതിൻ്റെ ഒരു എന്ത് പറയാനാ. ടിക്കറ്റൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇംഗ്ലീഷ് ടു റഷ്യനൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. എന്താണല്ലേ, ഇംഗ്ലീഷാണ് ഏറ്റവും വലിയ ലാംഗ്വേജ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കും. പക്ഷേ ചില സ്ഥലങ്ങളുണ്ട് അവിടെ ഇംഗ്ലീഷ് ഇല്ല. അവിടെ ഒരു ഇംഗ്ലീഷ് സിനിമ പോലും ഉണ്ടാവില്ല. ഇംഗ്ലീഷ് സിനിമ ഉണ്ടാവും, പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ടാവില്ല. രസമല്ലേ? രസമായിരുന്നു. മൊബൈലിൽ ടൈപ്പ് ചെയ്തിട്ട് വേണം ടിക്കറ്റ് എടുക്കാനായിട്ട്. ആക്ച്വലി ഈ കസക്കിസ്ഥാനിൽ ഐമാക്സിന് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആ ഒരു റേറ്റൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ ഒരുപാട് കൂടുതലൊന്നുമില്ല. പക്ഷേ ടാഷ്കനിൽ, ഞാൻ ആ ടാഷ്കൻ്റെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്, ടാഷ്കനിൽ നല്ല റേറ്റാണ്. ടാഷ്കനിൽ നമ്മുടെ നാട്ടിലെ ഒരു 1000 രൂപയൊക്കെ അടുത്ത് വരും. ഇവിടെ ഷോ അനുസരിച്ചിട്ടും ദിവസം അനുസരിച്ചിട്ടൊക്കെ മാറും. എന്നാൽ പോലും ഇന്ന് സൺഡേ ആണ്. സൺഡേ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള ഷോയ്ക്ക് 3000. എവിടെ? യെസ്, 3000 ടെങ്ക് എന്ന് പറയുമ്പോൾ ഒരു 480 കോട്ടെ, ഒരു 500 റൗണ്ട് ചെയ്ത് കൂട്ടിയാൽ മതി. അതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ കിനോ പാർക്ക് 11ലും ഈ റേറ്റൊക്കെ തന്നെയായിരുന്നു. അന്ന് അവിടെ കുറവായിരുന്നു, 2700 ഉണ്ടായിരുന്നത്. ഇവിടെ എന്ന് ചിലപ്പോൾ മേ ബി സൺഡേൻ്റെ പേരിലായിരിക്കാം. പിന്നെ ഡീമൺ സ്ലെയർ ഓൾറെഡി കുറച്ച് പഴയതായല്ലോ ഐമാക്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ വിസ്താവിഷനിലൊക്കെ എടുത്തിരിക്കുന്ന പടമാണ് ഇത്. ആക്ച്വലി എനിക്ക് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ഞാനിത് എത്രാമത്തെ തവണ പറയാത്തതെന്ന് എനിക്കറിയില്ല. എനിക്കിത് ഒരു ഒറിജിനൽ ലാംഗ്വേജിൽ ആദ്യമായിട്ട് കാണണമെന്നായിരുന്നു. എനിഹൗ ഇതിൻ്റെ ഒരു 10 മിനിറ്റ് ഞാൻ കാണുന്നുള്ളൂ. ബാക്കി ഞാൻ നല്ല രീതിയിൽ തന്നെ കാണാൻ. ഐമാക്സ് വിത്ത് ലേസർ എന്ന് മാത്രം ഒരു ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ബാക്കി അത് മനസ്സിലാവുമല്ലോ, ഐമാക്സ് വിത്ത് ലേസർ.
പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ബാറ്റിൽ ആഫ്റ്റർ ആണ് അതിൻ്റെ ഷോർട്ട് ടൈം അവിടെ. ഓക്കെ അവിടെ കണ്ടോ 14, 15, 17, 18, 10 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഈ 2 മണിക്കുള്ള ഷോ, അതായത് 14 എന്നുള്ള ഷോ ആക്ച്വലി ഐമാക്സ് ഷോ ആണ്. പക്ഷേ ഇവരുടെ ഡിഫറൻ്റായിട്ടൊന്നും എഴുതി വെച്ചിട്ടില്ല ഐമാക്സ് ഷോ എന്നുള്ളതൊന്നും കൃത്യമായിട്ടൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. ഞാൻ ഇവരുടെ കിനോ പാർക്ക് എന്നുള്ള ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഐമാക്സ് ഞാൻ സോർട്ട് ചെയ്ത് ഐമാക്സിൻ്റെ ഷോർട്ട് ടൈം 2 മണിക്കാണെന്ന് മനസ്സിലാക്കി അത് ഞാൻ മൊബൈലിൽ ടൈപ്പ് ചെയ്ത് കൗണ്ടറിൽ കാണിച്ചിട്ടാണ് ഞാൻ ഈ ടിക്കറ്റ് എടുത്തത് കേട്ടോ. പിന്നെ അൽമാറ്റി പോലുള്ളൊരു സ്ഥലങ്ങളിൽ ടൂർ വരുന്നവർക്ക് ലാംഗ്വേജ് ബാരിയർ ഉണ്ടാവുന്നത് മുൻകൂട്ടി അറിയാവുന്നതാണ്. അതുകൊണ്ട് അത്ര വലിയ സംഭവമൊന്നുമല്ല. ഐമാക്സിൻ്റെ ബ്രാൻഡിങ് ഒരു ലാർജ് LED സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതുണ്ടോ? പോയി ഡീമൺ സ്ലെയർ. ഇതിൻ്റെ രസം എന്താണെന്നറിയോ? ഇപ്പോൾ ഈ അപ്പോർട്ട് മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാളിൻ്റെ പുറകിൽ തന്നെ ഐമാക്സിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. നമ്മളിവിടെ കയറുമ്പോൾ ഐമാക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന അപ്പോർട്ട് മാൾ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒന്നും അത്ര കാര്യമായിട്ട് ഐമാക്സിന് അൽമാട്ടി എന്ന് എടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ റിസൾട്ട് എന്ന് പറയുന്നത് കിനോ പാർക്ക് 11 വരുന്നതാണ്. ഈ 16 അല്ല വരുന്നത്. ഇവർ ഇത്രയും നല്ല ബ്രാൻഡിങ്ങും ഭയങ്കര കാര്യങ്ങളൊക്കെ ഷോപ്പിംഗ് മാളിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇൻ്റർനെറ്റിൽ കാര്യമായിട്ട് കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അധികം ഗൂഗിൾ സെർച്ചൊന്നും വരാത്തതുകൊണ്ടായിരിക്കും ആദ്യം പൊങ്ങി വരാത്തത്. ഇതാണ് ലാർജസ്റ്റ്, സെൻട്രൽ ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ഐമാക്സ് ആണ്. പക്ഷേ ഗൂഗിളിൽ നോക്കുമ്പോൾ ആദ്യം വരുന്നത് മറ്റേ ഐമാക്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അവിടെ പോയത്. അതിനുശേഷമാണ് ഞാൻ ഇവിടെ എത്തിയത്. ഐമാക്സ് വിത്ത് ലേസർ, പെർഫെക്റ്റ്ലി ട്യൂൺഡ് ഓഡിയോ, ഐമാക്സ് പ്രിസിഷൻ സൗണ്ട്, കസ്റ്റം ഡിസൈൻഡ് തിയേറ്റർ, ബ്രൈറ്റർ ആൻഡ് ഗ്രേറ്റർ കോൺട്രാസ്റ്റ്, ക്രിസ്റ്റൽ ക്ലിയർ ഇമേജസ്. ഇതൊരു ലൈറ്റിങ്ങോടെ കൊടുത്തു വെച്ചെങ്കിൽ അടിപൊളിയാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ്. 1 തൊട്ട് 20 ആണെന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്ക്, 40 തൊട്ട് 21 വരെയാണെങ്കിൽ ആ സൈഡിലേക്ക്. ആക്ച്വലി ഇത് 421 എന്തോ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഐമാക്സ് തിയേറ്ററാണ്. ഇതാണ് ഐമാക്സ് ഓഡിയോ വരുന്നത്. നമുക്ക് സ്ക്രീനിൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലാൻ പറ്റില്ല. 74 അടി വിഡ്ത്തുള്ള 34 അടി ഹൈറ്റുള്ള ആ സ്ക്രീനാണ് ഈ കാണുന്നത്. താഴേക്ക് ഇറങ്ങി നോക്കാം. ഹൈറ്റ് കണ്ടോ? ഇതാണ് ഐമാക്സ് ഓഡിയോ വരുന്നത്. സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഐമാക്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. സെൻട്രൽ ഏഷ്യ മൊത്തം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ ഐമാക്സ്. Виртуальные миры, какие они, когда мы туда попадем? Так вот, мы туда не попадем. Высочайший интеллект. И если он падет на поле боя...
ഇവിടെ അഡ്വർടൈസ്മെൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ട്രോൺ ഏരീസിൻ്റെ പരസ്യം കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അതായത് അതിൻ്റെ ട്രെയിലർ കാണിച്ച് നേരെ ഐമാക്സിൻ്റെ ഇൻട്രോ കഴിഞ്ഞ ഉടൻ തന്നെ പടം തുടങ്ങി. പടം ഞാൻ പറഞ്ഞല്ലോ റഷ്യനിലാണ്. അപ്പോൾ ആദ്യത്തെ 2 സീൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ഉടനെ ഇറങ്ങി ഓടി. പിന്നെ ഇത് ഈ ഓഡിറ്റോറിയം, ഇത് 12 ചാനലാണ് ഇതിൻ്റെ ഓഡിയോ, അറിയാമല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞാണല്ലോ. അപ്പോൾ ഇതിൽ ട്രോൺ ഏരീസ് എന്ന് പറയുന്ന ആ പടത്തിൻ്റെ ട്രെയിലർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് ആ ഒരു 2 മിനിറ്റോളം വരുന്ന ആ ട്രെയിലറിൽ തന്നെ എനിക്കിൻ്റെ സൗണ്ട് എഫക്റ്റ് നല്ല രീതിയിൽ ഫീലായിരുന്നു. പിന്നെ ഓഡിയും ഭയങ്കര വലുതാണല്ലോ, ഏതാണ്ട് ഞാൻ കാണിച്ചു തന്നല്ലോ 74 അത്രയും ഫീറ്റുള്ള ആ ഒരു വലിയ ഓഡി. ആ ഓഡിയിൽ ഈ പറയുന്ന പടം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ഫുൾ സ്ക്രീനായിരുന്നു ഇവിടെ. നമുക്ക് ഇന്ത്യയിലെ അവസ്ഥ എനിക്ക് എങ്ങനെയാണെന്നറിയില്ല. വിസ്താവേഷനിൽ ഷൂട്ട് ചെയ്ത പടമാണ്, അപ്പോൾ ഫുൾ സ്ക്രീൻ തന്നെ ആയിരിക്കും. ഇവിടെ ഫുൾ സ്ക്രീനായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അതായത് നല്ല ബ്രൈറ്റ്നസ്, നല്ല ഇമേഴ്സീവ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ പടം റഷ്യനിലാണ്. ഫസ്റ്റ് താഴെ എന്താണ്ടൊക്കെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു റഷ്യനിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യത്തെ ഡയലോഗ് റഷ്യനിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി. കാരണം ഇതെനിക്ക് ഈ പടം ഇങ്ങനെ കണ്ട പടമല്ല, എനിക്ക് മനസ്സിലാവുന്ന ഭാഷയെ കാണണം, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടുത്തെ ഇത് കൊള്ളാം സംഭവം. സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഐമാക്സ് ആണ്. ആ ഐമാക്സിൽ ഒരു 5 മിനിറ്റോളം ഐമാക്സിൻ്റെ ഇൻട്രോ തന്നെ മതി മുതലാവാനായിട്ട്. അത് കാണാൻ പറ്റി. പിന്നെ ട്രോണിൻ്റെ ആ ഒരു ട്രെയിലറിൽ അതിൻ്റെ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ പറ്റി ഓൾറെഡി. കൊള്ളായിരുന്നു. ഏതായാലും ഈ കസാഖിസ്ഥാൻ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ ഇവിടുത്തെ ഐമാക്സിൽ നമുക്ക് പടം കാണാൻ പറ്റും. അതൊരു ഫുൾ പടം കാണാൻ പറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ റഷ്യൻ, നമ്മൾ ഓൾറെഡി കണ്ട പടമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീമൺ സ്ലെയറൊക്കെ കണ്ട പോലെ വീണ്ടും ഇരുന്ന് കാണാമെന്നല്ലാതെ നമുക്കൊരു പുതിയ പടം ഫ്രഷ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടില്ല. അല്ലെങ്കിൽ അത് റഷ്യൻ പഠിക്കണം, പിന്നെ ഇംഗ്ലീഷ് സബ് ടൈറ്റിലും ഇല്ല, അതുകൊണ്ട് മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. എനിഹൗ നല്ല കിടിലൻ സ്ക്രീനായിരുന്നു. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് തന്നെ ഐമാക്സ് എന്ന് പറയുന്ന ഒരു വികാരമല്ലേ, അതുകൊണ്ട് തന്നെ കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.